ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വെറും അലുമിനിയം ഫോയിലിൻ്റെ ഒരു കഷണം കൊണ്ട് നമ്മുടെ വീട്ടിലെ സ്ഥിരം ശല്യക്കാരായിട്ടുള്ള പാറ്റ, പല്ലി, എലി, ചിലന്തികൾ ഇങ്ങനെയുള്ളതിനെല്ലാം തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ ടിപ്പാണ് പറയുന്നത്. അപ്പോൾ ഫോയിൽ ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ തന്നെ ശ്രമിക്കുക. ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടുക്കളയിൽ പകൽ സമയത്ത് വലിയ ശല്യം ഇല്ലെങ്കിലും രാത്രികാലങ്ങളിൽ ലൈറ്റൊക്കെ അണച്ചു കഴിയുമ്പോൾ വരുന്ന കൂട്ടരാണ് ഈ പാറ്റകൾ. അത് ചെറുതും വലുതുമാകട്ടെ, ഏത് തരം പാറ്റകളാണെന്നുണ്ടെങ്കിലും അത് കാണുന്ന സമയത്ത് ഓരോന്നായിട്ട് നശിപ്പിക്കുന്നത് കൊണ്ട് കാര്യമില്ല. കൂട്ടത്തോടെ തുരത്തി ഓടിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം മുട്ടയിട്ട് പെരുകുന്നത് കൂടി തടഞ്ഞാൽ മാത്രമേ നമുക്ക് പാറ്റ ശല്യം മുഴുവനായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കുന്ന ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ പാത്രം എടുത്തിട്ടുണ്ട്. വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ഡ്രൈ മിക്സ് ആയതുകൊണ്ട് തന്നെ വെള്ളമൊന്നും വീഴാതെ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഒരു 2 ടീസ്പൂൺ ഷുഗർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര, ഇത് ശരിക്കും പാറ്റയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ലെമണിൻ്റെ സെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലി, അതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും വീഴാതെ തന്നെ നമുക്ക് തൊലി ഒന്ന് സ്ക്രാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ലെമണിൻ്റെ തൊലി ഞാൻ ഒരെണ്ണത്തിൻ്റെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ തന്നെ പാറ്റകൾക്ക് വേണ്ടിയിട്ടുള്ള കെണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലെമണിൻ്റെ പീലിടുന്ന സമയത്ത് ലെമൺ ജ്യൂസ് ഒന്നും വീഴാതെ ശ്രദ്ധിക്കുക, കാരണം ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടിയിട്ടുള്ളത് അലൂമിനിയം ഫോയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ അലൂമിനിയം ഫോയിലിലേക്കാണ് ഞാൻ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അലൂമിനിയം ഫോയിൽ ചെറിയ 2 പീസുകളായിട്ട് ഞാൻ 2 ഭാഗമായിട്ടാണ് കേട്ടോ ഈ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാറ്റകളുടെ ശല്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ ഇത് ഇട്ട് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. പഞ്ചസാരയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും ലെമൺ സെസ്റ്റിൻ്റെയും ഒക്കെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. 2 ഫോയിലേക്കായിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ കാണിക്കുന്നത് പോലെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയതിന് ശേഷം പാറ്റശല്യം എവിടേക്കാണോ ഉള്ളത് അവിടെയെല്ലാം നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതായത് ഞാനിത് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഫോൾഡ് ചെയ്തതിന് മുകളിലായിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് നമുക്കതൊന്ന് കുത്തി കൊടുക്കണം. കാരണം അതിനുള്ളിലുള്ള ഈ ഒരു നമ്മുടെ പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് പുറത്തേക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാനും പാറ്റകൾ ഈ ഒരു പാക്കറ്റിൻ്റെ ചുറ്റുവട്ടത്ത് എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെമണിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ ആ ഒരു ബേക്കിംഗ് സോഡയുടെ എഫക്റ്റും എല്ലാം നമുക്ക് പാറ്റകളെ തുരത്തി ഓടിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 2 പാക്കറ്റും 2 മറുവശവും എല്ലാം കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൂടുതലായിട്ട് പാറ്റ ശല്യമുള്ളത് എവിടെയൊക്കെയാണോ അവിടേക്ക് ഇട്ട് കൊടുക്കാം. ഉദാഹരണത്തിന് ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്തായിട്ട്, കുക്കിംഗ് റേഞ്ചിൻ്റെ താഴ്ഭാഗത്ത്, കിച്ചണിലെ കബോർഡ്സ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പാറ്റ ശല്യം നന്നായിട്ടുണ്ടാവും. അവിടെയെല്ലാം നമുക്കിത് പാക്കറ്റുകൾ ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ പാറ്റ ശല്യം തീരെ ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡി തന്നെയാണ് പാറ്റകളെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ആ ഒരു ലെമൺ സെസ്റ്റൊക്കെ എടുത്തിട്ട് ലെമൺ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇനി നമുക്ക് അത് വെച്ചിട്ടും നമുക്ക് പാറ്റകൾക്കുള്ള കെണി ഉണ്ടാക്കാം. ഇത് പാറ്റകൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, ചിലന്തികൾ അല്ലാതെ കുറേ ബഗ്സുകളൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനെല്ലാം തുരത്തി ഓടിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ ആ ഒരു ലെമൺ സെസ്റ്റ് എടുത്തതിന് ശേഷം നാരങ്ങ ബാക്കി വന്നത് അത് ഞാൻ പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഒരെണ്ണത്തിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൻറ്റ്, പുതിന ലീഫ്, പെപ്പർ മിൻറ്റ്. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ പാറ്റകൾക്ക്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നന്നായിട്ട് തിരുമ്മി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇടികല്ലിലൊന്ന് ചതച്ചിട്ട് ഇട്ടാലും മതിയാവും കേട്ടോ. നന്നായിട്ട് തിരുമ്മി പിഴിഞ്ഞ് ഒരു 3-4 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് തിരുമ്മി പിഴിഞ്ഞ് ആ ഒരു ലെമണിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ലെമൺ ജ്യൂസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 250 ml 1 കപ്പ് അളവിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ ഉപ്പാണ് കേട്ടോ. നന്നായിട്ട് ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇത് ഉപ്പൊന്ന് അലിഞ്ഞ് കിട്ടണം. ശേഷം ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം.
അരിച്ചെടുത്തതിന് ശേഷം ഈ സ്പ്രേ ബോട്ടിൽ ഉണ്ടാവില്ലേ, അതിലേക്ക് ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഒരു സ്പ്രേ ബോട്ടിലുണ്ട്. അതിലേക്ക് അരിച്ച് ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്ക് പാറ്റകളുടെയും പല്ലികളുടെയും അതുപോലെ മറ്റുള്ള കീടങ്ങളുടെ എല്ലാം ചിലന്തിയുടെ എല്ലാം ശല്യം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടേക്കാണോ ശല്യമുള്ളത് അവിടെയെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മാത്രമല്ല രാത്രിയൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് സിങ്കിലും കിച്ചണിലൊക്കെ ഇത് വെച്ചൊന്ന് തുടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് കഴിയുന്നതാണ്. കിച്ചണിൽ സാധാരണ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്ന സമയത്തായാലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വൃത്തിയാവുക മാത്രമല്ല നമുക്ക് ഇതുപോലുള്ള കീടങ്ങളുടെ ശല്യങ്ങളെല്ലാം ഒഴിവാക്കി വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സൊല്യൂഷനും അതുപോലെ പൗഡറുമാണ് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഉപകാരപ്പെടും. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഭയങ്കര എഫക്റ്റീവാണ്. അതുകൊണ്ടാണിത് ഷെയർ ചെയ്തത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കില്ല കേട്ടോ. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു സൂപ്പർ ഈസി റെസിപ്പിയാണ് കേട്ടോ. സവാളയൊന്നും അധികം വഴറ്റി സമയം കളയാതെ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ നല്ല കിടിലൻ മുട്ടക്കറിയുടെ റെസിപ്പി കാണിക്കുന്നത്. മുട്ട പർദീസ വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ എടുക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഞാനൊരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, മല്ലിയില, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞതും പിന്നെ ഒരു ലെമണിൻ്റെ ഒരു ചെറിയ പകുതി അതിൻ്റെ ജ്യൂസ് കൂടി ചേർക്കുന്നുണ്ട്. മാഗി ക്യൂബ് ഒരെണ്ണം ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ അല്പം ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, അതായത് മാഗി ക്യൂബ് ഇതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് ഒന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് കൂടിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ചെറുതീയിൽ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. കണ്ടോ, നന്നായിട്ട് ഇതൊന്ന് കുഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതീയിലൊന്ന് അടച്ച് വെച്ച് ആ മുട്ടയിലേക്ക് അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കുന്നത്. അത് മാത്രമല്ല അത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്. അതൊന്ന് അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം അവസാനമായിട്ട്, അതായത് മുട്ട ഒന്ന് കുറുകി നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് ഈ ഒരു കാഷ്യൂ പേസ്റ്റ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുട്ട പർദീസ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കാഷ്യൂവിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 or 6 കാഷ്യൂനട്ട് മതിയാകും. അതൊന്ന് ഒരല്പനേരം കുതിർത്തി വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. മുട്ട പർദീസ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള മുട്ട പർദീസ. നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.